ഇന്ന് ആദ്യം തന്നെ മോട്ടുവിനെയും ഫാമിലിനെയും പരിചയപ്പെടാം. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് ചാക്കുകളിലായിട്ട് മഞ്ഞൾ നട്ടിരുന്നു. അതിന്റെ വിളവെടുത്തപ്പോൾ കിട്ടിയതാണ് ഈ മഞ്ഞൾ. ഇന്ന് ഇതിന്റെ വിത്ത് മുളപ്പിച്ചുള്ള മഞ്ഞൾ പാകാനാണ് നമ്മൾ പോകുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നതും കൂടിയാണ്. ആദ്യം തന്നെ നമ്മുടെ കൂടെ നിറയ്ക്കാനുള്ള മണ്ണും വളവുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മണ്ണ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വിത്തുകളിൽ നിന്ന് മുളച്ച് നല്ല വിത്തുകളെ മാറ്റിയെടുക്കാം. ഇന്ന് നമുക്കിവിടെ ക്ഷണിക്കാതെ ഒരു അതിഥി കൂടി നമ്മുടെ വീഡിയോയിലുണ്ട്, ഒരു കുഞ്ഞനൊന്ന്. അടുത്തതായിട്ട് നമുക്ക് മണ്ണ് നിറയ്ക്കാനുള്ള ചാക്കുകൾ മടക്കി സെറ്റാക്കി എടുക്കാം. നമ്മുടെ ഇന്നത്തെ മെയിൻ താരങ്ങളായ മോട്ടും ഫാമിലിയാണിത്. ഇവരാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വളം ദാതാക്കൾ. മുയൽക്കാട്ടത്തിന്റെ സവിശേഷതകൾ കൊണ്ട് തന്നെ ഈ വളത്തിന് ഗാർഡൻ ഗോൾഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണും വളവും ഒക്കെ കൂടി നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഓരോ ചാക്കുകളായിട്ട് നിറയ്ക്കുന്നതാണ്. നമ്മൾ ആകെ ഒരു 10-14 ചാക്കുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓരോന്നും നമ്മൾ ഇങ്ങനെ നിറച്ച് മാറ്റി വെക്കുന്നതാണ്. മഞ്ഞൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. അഡൾട്രേഷൻസ് ഒന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ചാക്കുകൾ ഓരോന്നായിട്ട് നമ്മൾ നിറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചാക്കിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകൾ നട്ടുവെക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞൾ പ്ലാന്റിങ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് പതുക്കെ വളർന്നു വരുന്നത് നോക്കാം. വീട്ടിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ മഞ്ഞൾ വളർത്തി ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു മായവുമില്ലാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് ഉപയോഗിക്കാം.